ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹയിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പരിപാടി ഡെസേർട്ട് സഫാരി. അപ്പോൾ ഞാൻ അറബിയാക്കാൻ പോവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഓടിച്ച് കളിക്കുന്ന സാധനം. ഇത് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് കയറാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പൊളിക്കും. കണ്ട ഷാജിപ്പാപ്പം പറത്തി വിടുകയാണ്. എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഓടിക്കുമ്പോൾ വലിയ വെയിലും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. പക്ഷേ നിർത്തുമ്പോൾ കരിയുന്നുണ്ട്. ബാക്കി എൻ്റെ കുറച്ച് പ്രഹസനങ്ങൾ കേട്ടോ. പക്ഷെ എനിക്ക് സാധനം ഓടിച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഫസ്റ്റിൽ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കാൻ പേടിയുള്ളത് കൊണ്ട് പയ്യെ വരുന്നത്. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലല്ലോ. ഞാൻ പിന്നെ 100-110 പറത്തി അങ്ങ് വിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റിലെ 50 വെച്ച് ഞാൻ ഓടിച്ചു. എന്തായാലും ഇവിടെ ഓടിക്കലും നടക്കത്തില്ല. അതെങ്കിലും അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതാണല്ലോ നമുക്ക് വേണ്ടത്. സോ ഞങ്ങൾ പരുന്തുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് പിന്നെ തലയിലൊക്കെ കയറ്റി വെച്ചൊക്കെ ഫോട്ടോ എടുത്തു കേട്ടോ. അടിപൊളിയായി കണ്ടു നോക്കണേ. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഡെസേർട്ട് സഫാരിക്ക് ഉണ്ടായിരുന്നത് കെനിയെന്ന് ഒരാളുണ്ടായിരുന്നു, ജോസഫ്. പിന്നെ ബാക്കി 2 US എന്നുള്ള കപ്പിൾസ് ആട്ടോ. ഒരു അപ്പാപ്പയും ഒരു അമ്മയും. ഇനി എനിക്ക് തോന്നുന്നില്ല ഇനി ആ അമ്മാമ്മ അപ്പാപ്പൻ്റെ കൂടെ വരുമെന്ന്. അവർക്കാണെങ്കിൽ തീരെ വയ്യ. അന്ന് ഡെസേർട്ട് സഫാരിൻ്റെ സമയത്ത് കുറച്ച് ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ മണ്ണിൽ കൂടെ ഓടിക്കുമല്ലോ. ആ അമ്മച്ചി തുടക്കം മുതൽ അവസാനം വരെ അവർ കണ്ണു തുറന്നിട്ട്. No, I can dual record with my phone. Okay, go ahead, scream. I can't. No, it's Max. The feeling comes like that. That was. Are you enjoying it? That is so much fun. You okay? That's why I'm very much for the picture. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ആ അപ്പാപ്പൻ്റെ അമ്മമ്മനെ കൈവെള്ളി കൊണ്ട് നടക്കുന്നു. 2 പേർക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. എന്നിട്ട് എന്താ പറയുക, ഓരോ തവണ അറിയും ഓക്കെ ഹനി. പെട്ടെന്നെത്താം. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായി. 12 അതിൻ്റെ അപ്പുറം തരാമെന്ന് പറഞ്ഞാലോ ഇനി ഞാൻ വരില്ല. തിരിച്ചെത്തിയത് റബ്ബിൻ്റെ കാവല് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുവാണ് ഞങ്ങൾ 2 പേര്. പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം പെരിയോരേ റഹ്മാനേ. പൃഥ്വിരാജിനൊക്കെ സമ്മതിക്കണം കേട്ടോ. അതിൻ്റെ അകത്തൂടെ ഇത്രയും നടന്ന് എടുത്തില്ലേ. അയ്യോ, ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി വന്ന് ആ സാധനം. ഞാൻ 2-3 പ്രാവശ്യം പോയിട്ട് ഞാൻ ആ പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് മറിഞ്ഞ് വീഴുവാണ്. ബാക്കി എല്ലാവരും താഴെ വരെ പോകുന്നുണ്ട്. എന്താ അതിൻ്റെ ടെക്നിക്കൊന്നും പിടികിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കൈ വിരിച്ച് ഊരിപ്പോകാൻ പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഞാൻ കണ്ട വീണു. 2ാമത്തെ പ്രാവശ്യം വീണു. 3ാമത്തെ പ്രാവശ്യം ഞാൻ പൊളിക്ക് നോക്കിക്കും. അങ്ങനെ പിന്നെ ഞാൻ ഇരുന്നപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ കൈ വിരിക്കണ്ട, അവിടെ താഴെ ഒരു
സ്ട്രിപ്പ് ഉണ്ടായിരുന്നു, അത് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ച് ഞാൻ പോയി. അത് സക്സസ്ഫുൾ ആയി കേട്ടോ. അത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ താഴത്തോട്ട് പോകുന്നില്ല. പിന്നെ ഞാൻ തന്നെ അങ്ങനെ ഇറങ്ങി നീങ്ങി താഴെ എത്തണമല്ലോ. അങ്ങനെ ഞാൻ ആ പരിപാടി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗൈസ്. മണ്ണിൽ കിടന്നങ്ങ് വിരകുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുറച്ച് റൊമാൻറ്റിക് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ വെച്ചിട്ട്. പിന്നെ ഞാൻ അവിടുന്ന് മണ്ണും കൂടെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡെസേർട്ടിൻ്റെ പ്രത്യേകത 7 ടൈപ്പ് മണ്ണ് കാണുമെന്നാണ് പറയുന്നത്. പക്ഷെ 2 സ്ഥലത്തെ വണ്ടി നിർത്തിയുള്ളൂ. സോ 2 സ്ഥലത്തു നിന്നും കുപ്പിയിൽ മണ്ണൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുക. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ അവിടുന്ന് ഡെസേർട്ട് സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ക്യാമ്പിലോട്ട് വന്നു. അപ്പം ക്യാമ്പിലോട്ട് വന്നപ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് ഗ്രില്ലാവുന്നത്. പിന്നെ അതിൻ്റെ ഓരോ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എൻ്റെ ടൈം ബെല്ലി ഡാൻസ് എപ്പോൾ വരും, ബെല്ലി ഡാൻസ് എപ്പോൾ വരും എന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടാകുന്നുണ്ട്. ഇഷ്ടം പോലെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കുറേ സാലഡ്, പിന്നെ എന്തായിരുന്നു റൈസ് പല ടൈപ്പ്, പിന്നെ കറികൾ, ഫ്രൂട്ട്സ്, പിന്നെ ഫ്രൈസ്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ബാർബിക്യൂ, അതൊക്കെ ഉണ്ടായിരുന്നു. ഹനുമാൻ മരുത്തുമല കൊണ്ടുവന്ന പോലെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കബാബും ചിക്കനും ഒക്കെ. അയ്യോ എൻ്റെ പൊന്നേ, സൂപ്പർ അടിപൊളി. എല്ലാവരും ഒന്ന് പോയി നോക്കണേ. അങ്ങനെ സഹൃദകൃതമായി നാട്ടുകാരെ പരിപാടി ആരംഭിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ദൂരെ കേട്ടോ, ദൂരെ ഒരു സംഭവത്തിൽ ഇങ്ങനെ ദുബായ് എന്ന് എഴുതിയത് അതവർ തീ കൊളുത്തി സംഭവം ഇതാക്കും. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു.
അങ്ങനെ എല്ലാവരും അതൊന്ന് കത്താനായിട്ട് കട്ട വെയിറ്റിങ് കേട്ടോ. അപ്പോൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു രോമാഞ്ചം വരും. ദയവായി ആരും അനുകരിക്കരുത്. നമ്മുടെ ഫയർ ഡാൻസും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നു ലക്ഷ്യം നൈറ്റ് ഏതാണ്ട് ബ്ലർ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അയിൻ ബേബിക്ക് അവിടെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ അവിടെ നിന്ന് കിട്ടി. സോ അവളുടെ പരിപാടിയിലോട്ട് പോയി. ഇനി ഞങ്ങളുടെ പരിപാടി ഫോട്ടോ എടുപ്പാണല്ലോ. അങ്ങനെ തന്നെ അവിടെ നമുക്ക് ഇതേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാം. നമ്മുടെ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ്. പിന്നെ നമുക്ക് മെഹന്തിയൊക്കെ ഇടാം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോമിലേക്ക് പോകാം. രാത്രി ദുബായിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാൻ വീഡിയോസ് ആയിട്ട് വരാം. സോ ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ഗൈസ്.